ടിബി ജോർജ് എഴുതി ഈണം നൽകിയ യേശുവോട് ചേർന്നിരിക്കും വാസമോർക്കുമ്പോൾ എന്ന ഈ അതിമനോഹരമായ ഗാനം സിസ്റ്റർ നിത്യ മാമൻ പാടിയപ്പോൾ വാസ്തവമായിട്ടും ആ വരികൾ എത്ര അർത്ഥവത്തായാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആധിയില്ല, വ്യാധിയില്ല ദേശമോർക്കുമ്പോൾ. അങ്ങനൊരു ദേശമുണ്ടോ? ആധിയില്ലാത്ത, വ്യാധിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ആരും കരയാത്ത, ദുഃഖമില്ലാത്ത അങ്ങനൊരു സ്ഥലമുണ്ടോ? അങ്ങനൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത അഥവാ സ്വർഗം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ശരിക്കും അങ്ങനൊരു കാലം, അങ്ങനൊരു ദേശം, അങ്ങനൊരു സ്ഥലം എത്ര മനോഹരമായിരിക്കും. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഒന്ന് ഓർത്തേ, ദുഃഖമില്ല, ആരും അവിടെ കരയുന്നില്ല, അവിടെ കോവിഡ് ഇല്ല, ക്യാൻസർ ഇല്ല, ഒരു രോഗങ്ങളും അവിടെ ഇല്ല, ഒരു പനി പോലും ഇല്ല, ആധിയില്ല, വ്യാധിയില്ല, വിഷമങ്ങളില്ല,
കണ്ണുനീരില്ല, കഷ്ടതയില്ല, എപ്പോഴും ആനന്ദവും സന്തോഷവും ആരാധനയും പ്രമോദങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ അനുഭവം. ദുഃഖിക്കാൻ കഴിയാത്ത, എപ്പോഴും സന്തോഷിക്കുന്ന ഒരവസ്ഥ. മനുഷ്യനോട് കൂടെ ദൈവം നടക്കുന്ന, ദൈവത്തിൻ്റെ കൂടാരത്തിൽ മനുഷ്യൻ വസിക്കുന്ന ആ പ്രത്യാശ നിറഞ്ഞ ആ നിത്യജീവൻ അല്ലെങ്കിൽ ആ സ്വർഗം, എത്ര ഭയങ്കരമാണ്, എത്ര മനോഹരമാണ്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഗാനത്തിൻ്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ഈ ഭൂമിയിൽ വന്ന് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ സ്ഥലം ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ അവിടെ ചേർത്തുകൊള്ളും. കൈപ്പണിയല്ലാത്ത, മാനുഷിക നിർമ്മിതമല്ലാത്ത, ഒരു മനുഷ്യന്റെ കൈകളും സ്പർശിക്കാത്ത ദൈവം ശില്പിയായി നിർമ്മിച്ച ആ കൂടാരം എത്ര ശക്തമായിരിക്കും, എത്ര ഭയങ്കരമായിരിക്കും, എത്ര മനോഹരമായിരിക്കും. എൻ്റെ ചോദ്യം, അവിടെ എത്തണ്ടേ? നിങ്ങൾക്കും എനിക്കും അവിടെ എത്താൻ കഴിയണ്ടേ? അതിനെന്താണ് വഴി? ഒരു വഴിയേ ഉള്ളൂ. അത് യേശു ആകുന്ന വഴിയാണ്. ആ വഴിയിലെത്താൻ ഒരേ ഒരു സത്യമേ ഉള്ളൂ. അത് ദൈവവചനമാകുന്ന സത്യമാണ്. ദൈവവചനമാകുന്ന സത്യം അനുസരിച്ചുകൊണ്ട്, ആ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് യേശു ആകുന്ന വഴിയിലൂടെ യാത്ര ചെയ്താൽ ആ വഴി നിത്യജീവന്റെ വഴിയാണ്. ആ വഴി വിടുതലിന്റെ വഴിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്യം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വചനം എടുത്തു വെച്ചുകൊണ്ട്, ഒന്ന് തുറന്നു വെച്ചുകൊണ്ട്, ആ വാക്യത്തിലോട്ടൊന്ന് നോക്കിക്കൊണ്ട് ഈ പാട്ടൊന്ന് കേട്ടെ, ഈ ഗാനം ഒന്ന് കേട്ടെ, വീണ്ടും ഒന്ന് പുറകോട്ട് പോയി ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് അടിച്ചെന്ന് കേട്ടെ. അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ആസ്വദിക്കാൻ കഴിയുന്നത്. യേശുവോട് ചേർന്നിരിക്കും വാസമോർക്കുമ്പോൾ, ആധിയില്ല, വ്യാധിയില്ല, ദേശമോർക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, അവിടെ എത്തണം. അവിടെ എത്തണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ യേശുവിനായി സമർപ്പിക്കണം. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വരുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ, യേശുവേ, കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് വസിക്കണമേ, എൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ പ്രാണനെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും ഞാൻ അങ്ങയ്ക്ക് പൂർണ്ണമായും നൽകുന്ന യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ മകനാക്കി, അങ്ങയുടെ മകളാക്കി എന്നെ മാറ്റണേ കർത്താവേ എന്നൊന്ന് ആത്മാർത്ഥമായി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥന യേശു കേൾക്കും. നിങ്ങളുടെ അരികിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ഇപ്പോൾ എവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്? അവിടെ വരും, ആ സ്പോട്ടിൽ വരും. നിങ്ങൾക്ക് ആ സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ കഴിയും. ഈ പ്രത്യാശയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഈ പ്രത്യാശ നിങ്ങളുടെ ഉള്ളത്തിൽ വർദ്ധിക്കട്ടെ. ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെയും ഭക്തന്മാരുടെയും, ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ വസിക്കുന്ന, ക്രിസ്തുവിനായി ജീവിക്കുന്ന സകലരുടെയും ഉറപ്പിതാണ്. എത്ര പ്രതിസന്ധി വന്നാലും, എത്ര കഷ്ടത വന്നാലും, ആരൊക്കെ ഇനി കളിയാക്കിയാലും, ഫേസ്ബുക്കിലൂടോ, യൂട്യൂബിലൂടോ, ഇൻസ്റ്റാഗ്രാമിലൂടോ, വഴിയിലൂടോ, ചന്തയിലോ, എവിടെ നിന്ന് കളിയാക്കിയാലും, പുച്ഛിച്ചാലും, നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേടാ എന്നൊക്കെ ചോദിച്ചാലും, ഈ സത്യം അറിഞ്ഞവരാണ് ഞങ്ങൾ. ഇവിടം കൊണ്ട് തീരുന്നതല്ല ഞങ്ങളുടെ ജീവിതമൊന്നും, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യനെന്നും, അതിനപ്പുറത്തൊരു ലൈഫുണ്ടെന്നും, ആ ലൈഫ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവർക്കുള്ളതാണെന്നും ഉള്ള ബോധ്യവും വിശ്വാസവും ഉറപ്പുമുണ്ട്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, നിത്യ തേജസ്സിന്റെ ഘനമോർക്കുമ്പോൾ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ ഞങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾ സെലിബ്രിറ്റി ആകാം, നിങ്ങളൊരു സാധാരണ ആളാകാം, നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാകാം, നിങ്ങളൊരു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാകാം, നിങ്ങളൊരു ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, നിങ്ങൾ ആരോ ആകട്ടെ, എന്തോ ആകട്ടെ, നിങ്ങളുടെ പ്രാണന്റെ, നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷകൻ എന്ന് പറയുന്നത് രക്ഷിതാവായ ക്രിസ്തു യേശുവാണ്. ആ യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണം. കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങളുടെ, ശാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ കർത്താവിനായി നിങ്ങളെ കൊടുക്കണം.
നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമായി തീരും. ഇവിടെ മാത്രമല്ല, ഈ ഭൂമിയിലും വരാനുള്ള ആ ലോകത്തിലും. യേശുവോട് ചേർന്നിരിക്കും വാസമോർക്കുമ്പോൾ ആദിയില്ല വ്യാധിയില്ല ദേശമോർക്കുമ്പോൾ ആ പൊന്മുഖം ഞാൻ കണ്ടിടുന്ന നേരമോർക്കുമ്പോൾ എൻ ദുഃഖമെല്ലാം മാറിടും. പ്രത്യാശയിൽ ഞാൻ ഓടിടും. ആ തിരുമാർവിൽ ചേരുവാനായി ആശയേറിടും. പ്രത്യാശയേറിടും. ആശ